അപ്പോ കേരളത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പാണ്. അതായത് 2031 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കും എന്നും പറഞ്ഞ് നടക്കുന്ന BJP-യിലെ തിരുമണ്ടന്മാരും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും എന്ന് പറഞ്ഞു നടക്കുന്ന പൊട്ടക്കണക്കിലെ തവളകളായ ഇടതുപക്ഷവും കൂടാതെ കോൺഗ്രസ് എന്തൊക്കെയോ അങ്ങോട്ട് അണ്ണാക്കിൽ തിരികെ കയറ്റിത്തരും എന്ന് വിശ്വസിച്ച് UDF-ന് വോട്ട് ചെയ്ത ക്രൈസ്തവ ഹൈന്ദവ വിശ്വാസികളും നിർബന്ധമായും കേട്ടിരിക്കേണ്ട ഒരു സർക്കാർ കണക്കാണ് ഇന്ന് ഞാൻ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സർക്കാർ കണക്ക്. അതായത് നിങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ച അതേ രീതിയിൽ തന്നെ ചിന്തിച്ച് തലകുത്തി മറിഞ്ഞാലും 2031 കേരളത്തില് മുസ്ലിം ഭരണം തന്നെ വരും. മാത്രമല്ല മുസ്ലിം ലീഗ് എന്ന സാമുദായിക സംഘടനയിൽ നിന്നാകും മുഖ്യമന്ത്രി. ഇത് എഴുതി വെച്ചോ. നമസ്കാരം. ആദ്യമേ തന്നെ ഇടതുപക്ഷത്തെ എന്തുകൊണ്ട് പൊട്ടക്കിണറ്റിലെ തവളകൾ എന്ന് ഞാൻ വിളിച്ചു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള കാരണം പറയാം. അതായത് മഞ്ചേശ്വരത്തും കാസർഗോഡും പാലക്കാടും ഒക്കെ BJP ജയിക്കും എന്നറിഞ്ഞിട്ട് നിങ്ങളൊക്കെ UDF-ന് ക്രോസ് വോട്ട് ചെയ്തല്ലോ. അത് നിങ്ങളുടെ തന്നെ കുഴി തോണ്ടലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വിളിച്ചത്. സത്യത്തില് നിങ്ങൾ വിഡ്ഢി സ്വർഗത്തിലാണ് എന്ന് ഞാൻ പറയും. കാരണം CPM-ല് മുസ്ലിം വർഗീയവാദികളായിട്ടുള്ള സുഡാപ്പികളാണ് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ചത്. ഇനി കണക്കുകളിലേക്ക് വരാം. അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത്, കണക്കുകൾ ബോറടിപ്പിക്കുന്ന ഒന്നാണ് എന്ന് കരുതാതെ കേരളത്തില് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഭാവിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണമാണ് ഈ വീഡിയോ എന്ന് കരുതിയെങ്കിലും സഹിച്ചു കാണുക. പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. വരുന്ന 5 വർഷത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുക. ഇത്തവണ കേരളത്തിൽ ഉണ്ടായിരുന്ന ആകെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 2,71,42,952. അതിൽ പോൾ ചെയ്യപ്പെട്ടത് 79.7%. അതായത് 2,15,95,055. നിങ്ങൾ ഓരോ ഭാഗവും കണക്കുകളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോണോട്ടോ. ഇനി ഇതിൽ ഓരോ മുന്നണികൾക്കും കിട്ടിയ വോട്ടുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതില് കുറച്ച് സ്വതന്ത്രന്മാരും ഉണ്ടാവും. അവര് ആരെ പിന്തുണയ്ക്കുന്നവരാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതേഴ്സ് എന്നുള്ളതും ഞാൻ 3 മുന്നണികൾക്കായിട്ട് വീതിച്ചു നൽകിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ UDF-ന് 49.19% വോട്ടുകളും LDF-ന് 37.9% വോട്ടുകളും NDA-ക്ക് 12.17% വോട്ടുകളുമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ കുറച്ച് വോട്ടുകൾ ഒരു മുന്നണിയിലും പെടാത്തവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനി 2011 സെൻസസ് ഒക്കെ നമുക്ക് വിട്ടുകളയാം. കാരണം 2011 ശേഷവും കേരളത്തിൽ ജനനവും മരണവും ഒക്കെ നടന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് കേരള സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പ്രകാരം കണക്ക് കൂട്ടുമ്പോൾ ഇപ്പോ കേരളത്തിലെ മതം തിരിച്ചുള്ള വോട്ടർമാരുടെ കണക്ക് എന്ന് പറയുന്നത് 36% മുസ്ലിം വോട്ടർമാരും 15% ക്രിസ്ത്യൻ വോട്ടർമാരും 48% ഹിന്ദു വോട്ടർമാരും എന്നതാണ് യഥാർത്ഥ കണക്ക്. ഇനി ഇത്തവണ ഇവര് ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്ന് കൂടി നിങ്ങൾ അറിയണം. 70% മുസ്ലിങ്ങളും 50% ക്രിസ്ത്യാനികളും 30% ഹിന്ദുക്കളും UDF-ന് വോട്ട് ചെയ്തു. അങ്ങനെ 49%-നും 50%-നും ഇടയ്ക്ക് വോട്ടുകൾ UDF-ന് കിട്ടി. അടുത്തത് LDF-ന് കിട്ടിയ വോട്ടുകൾ 25% മുസ്ലിങ്ങളും 40% ക്രിസ്ത്യാനികളും 45% ഹിന്ദുക്കളുമാണ് LDF-ന് വോട്ട് ചെയ്തത്. അങ്ങനെ LDF-ന് മൊത്തം 37% വോട്ടുകളാണ് കിട്ടിയത്. ഇനി NDA-ക്ക് കിട്ടിയത് 25% ഹിന്ദു വോട്ടുകളും 10% ഇല്ല എന്നുണ്ടെങ്കിലും റൗണ്ട് ആക്കി ക്രിസ്ത്യാനികളുടെ 10% വോട്ടുകളും വെറും 5% മുസ്ലിം വോട്ടുകളും കിട്ടി. ഇനിയാണ് ജനസംഖ്യാ വർധനവും അതുമൂലം 2031 മതം തിരിച്ചുള്ള വോട്ടർമാരുടെ എണ്ണവും നമ്മളെ ഞെട്ടിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പ്രകാരം കാണിക്കുന്ന കണക്ക് വെച്ച് നമുക്ക് 2031 വോട്ടർമാരുടെ എണ്ണം കൃത്യമായിട്ട് കണക്കാക്കിയെടുക്കാം. കുറച്ച് കഷ്ടപ്പെടണം എന്നേ ഉള്ളൂ. അതായത് 2009 മുതൽ 2013 വരെ ജനിച്ച കുട്ടികളൊക്കെ 2031 ആകുമ്പോഴേക്കും വോട്ടർമാരായിട്ട് മാറും. അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് ജനിച്ചവരുടെ എണ്ണത്തിൽ നിന്ന് കൃത്യമായിട്ട് 18 വയസ്സിന് മുൻപ് മരിക്കുന്നവരുടെ എണ്ണം കൂടി കുറച്ചതിന് ശേഷം നമുക്ക് മതാടിസ്ഥാനത്തിൽ കൂടുതലായി സൃഷ്ടിക്കപ്പെടുന്ന വോട്ടർമാരുടെ എണ്ണം കിട്ടും. അത് പ്രകാരം 11,83,716 ഹിന്ദു വോട്ടർമാരും 9,94,205 മുസ്ലിം വോട്ടർമാരും 4,58,028 ക്രിസ്ത്യൻ വോട്ടർമാരും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടും. ഇതില് 18 വയസ്സിന് താഴെ വെച്ച് മരിക്കുന്നവരുടെ ശതമാനം എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് അത് കുറച്ചത്. 18 വയസ്സിന് താഴെ വെച്ച് മരിക്കുന്നവര് ഹിന്ദുക്കളില് 0.83%, ക്രിസ്ത്യാനികളില് 0.7%, മുസ്ലിങ്ങളില് 2.36%. ഇനി എല്ലാ വർഷവും പ്രായമായിട്ട് മരിക്കുന്നവരുണ്ടല്ലോ, ആ കണക്ക് കൂടി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ജനനവും മരണവും തട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ
2031 പുതിയ ഹിന്ദു വോട്ടർമാരുടെ എണ്ണം വെറും 2,83,716. പുതിയ മുസ്ലിം വോട്ടർമാരുടെ എണ്ണം 7,03,555. പുതിയ ക്രിസ്ത്യൻ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 1,08,028. മൊത്തം വർദ്ധിക്കുന്ന വോട്ടർമാരിലെ 62% മുസ്ലിം വോട്ടുകൾ, വെറും 25% ഹിന്ദു വോട്ടുകളും 13% ക്രിസ്ത്യൻ വോട്ടുകളും കൂടും. അതില് കണക്ക് കൂട്ടുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയത് മരണനിരക്ക് കണ്ടപ്പോഴാണ്. അതായത് ജനസംഖ്യയുടെ 36% മാത്രമുള്ള മുസ്ലിം മരണനിരക്കിനേക്കാൾ 3 ഇരട്ടി കൂടുതലാണ് ഹിന്ദുക്കളുടെ മരണനിരക്ക് എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളുടെ മരണനിരക്കും വളരെ കൂടുതലാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിലെ അതേ പാറ്റേൺ UDF തുടർന്നാല്, അതായത് ഹിന്ദു വിരുദ്ധത, മെത്രാന്മാരെ മാത്രം സുഖിപ്പിക്കൽ, ഒപ്പം തീവ്ര മുസ്ലിം പ്രീണനം, ഇത് തന്നെ പിന്തുടർന്നാല് UDF എന്ന പേരിൽ മുസ്ലിം ലീഗിന് ഇനിയുള്ള കാലം മൊത്തം കേരളം ഭരിക്കാം. അതാണ് മൊത്തത്തിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന കണക്കൊന്ന് ശ്രദ്ധയോടെ നോക്കിക്കോളൂ. എന്നിട്ട് മതേതരത്വം പറഞ്ഞ് നിങ്ങൾക്ക് നിർവൃതി അടയാം. കിട്ടുന്ന വോട്ടുകളും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇനി മുസ്ലിം ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കാൻ ഒരേ ഒരു മാർഗമേ നമ്മുടെ മുന്നിലുള്ളൂ. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും UDFന് വോട്ട് ചെയ്യുന്നത് നിർത്തുക. അതൊരിക്കലും നടക്കാത്ത ഒരു സംഭവമാണല്ലോ. അപ്പോ മറ്റൊരു പോംവഴി എന്ന് പറയുന്നത് ഹിന്ദുക്കള് ഇത്തവണ മഞ്ചേശ്വരത്ത് ചെയ്ത പോലെ ഒരൊറ്റ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യുക. മാത്രമല്ല CPI എന്ന പാർട്ടിയെ കേരളത്തിൽ നിന്ന് മാറ്റി നിർത്തി CPM എന്ന പാർട്ടിയും LDFിലെ മറ്റ് ഘടകകക്ഷികളും BJPയും സഖ്യത്തിലാവുക. അല്ലാതെ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിന് കൊടുക്കാതെ LDFും NDAയും മാത്രം പങ്കിട്ടെടുത്താലും കേരളത്തിൽ ലീഗ് തന്നെ ഭരിക്കും. അതുകൊണ്ട് വരുന്ന 5 വർഷങ്ങളെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. എല്ലാ മതേതരർക്കും സന്തോഷമായല്ലോ. ബാക്കി എല്ലാ ഹിന്ദുക്കൾക്കും ഉറക്കം നഷ്ടപ്പെട്ടല്ലോ. അപ്പൊ ശരി.